ഇന്ന് നടക്കുന്ന പല കൊലപാതകങ്ങളിലും സംശയവും അവിഹിതവും അതും ഒരു കാരണമായി എടുത്ത് കാണിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഏറ്റവും ഒടുവിലായിട്ട് വണ്ടാഴി സ്വദേശിയായിട്ടുള്ള കൃഷ്ണകുമാർ ആത്മഹത്യയ്ക്കും ഭാര്യയെ കൊലപ്പെടുത്താനും ഉപയോഗിച്ചത് 12 mm ബോർ വലിപ്പത്തിലുള്ള തോക്കിന്റെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് പുരോഗമിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്രയും കാലം സ്വന്തം ഭാര്യയെ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഭാര്യയെ ഒരു സംശയത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ അത് ഉറപ്പിക്കാതെ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിന്റെ പുറത്ത് കൊല്ലാനായിട്ട് സാധിച്ചത് എന്നുള്ളതുകൂടി പോലീസ് അന്വേഷിക്കുകയാണ്, അല്ലെങ്കിൽ അതുകൂടി ചർച്ചയാവുകയാണ്. നാടൻ നിർമ്മിത തോക്കാണ് കൃഷ്ണകുമാർ ഭാര്യയെ കൊലപ്പെടുത്താനും സ്വയം ആത്മഹത്യക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രാദേശികമായി വ്യാജമായി നിർമ്മിച്ചതാണ് തോക്കെന്നാണ് നിഗമനം. 2.5 mm തിര ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തോക്ക് കോയമ്പത്തൂരിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ വാങ്ങിയതാണെന്നാണ് നിഗമനം. സിനിമ സ്റ്റൈൽ തോക്കാണ് ഇത്. സാധാരണ തോക്കിനേക്കാൾ നീളം കുറവാണിതിന്. അതായത് കൊലപ്പെടുത്താനായിട്ട് കൃത്യമായി പ്ലാനിങ് ഇതിനു മുൻപേ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള തോക്ക് സംഘടിപ്പിച്ചതും. മടക്കി ചെറിയ ബാഗിനുള്ളിലാക്കി കൊണ്ടുപോകാനും കഴിയും. ഭാര്യയ്ക്ക് കോയമ്പത്തൂരിൽ ഡോക്ടറായ ഒരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് കൊലപാതകമെന്നാണ് പോലീസിന്റെ നിഗമനം. തോക്കിന്റെ വിശദ പരിശോധനയ്ക്കായി AR ക്യാമ്പിലെ ആംസ് വിഭാഗത്തിന് മംഗല ഡാം പോലീസ് കത്ത് നൽകിയിട്ടുണ്ട്. കൃഷ്ണകുമാർ വെടിയുതിർത്തപ്പോഴുണ്ടായ ശക്തിയിൽ തെറിച്ചു പോയ തോക്ക് മൃതദേഹത്തിൽ നിന്ന് 10 മീറ്ററോളം മാറിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. 20 ഇഞ്ചോളം നീളമുള്ള തോക്കിന് ലൈസൻസ് ഇല്ല. ചില ഭാഗങ്ങൾ തുരുമ്പിച്ച നിലയിലാണ്. അതുകൊണ്ട് ഏറെ പഴക്കമുള്ളതായാണ് കരുതുന്നത്. എയർഗണ്ണിനോട് സമാനമായി തോന്നുമെങ്കിലും എയർഗണ്ണിൽ ഉപയോഗിക്കുന്നത് പോലുള്ള ചെറിയ ബോളുകൾക്ക് പകരം മരുന്നു ബെയറിംഗ് ബോളുകളും അടങ്ങിയ പെൻസിൽ ബാറ്ററിയുടെ രൂപത്തിലുള്ള തിരകളാണ് ഉപയോഗിച്ചത്. കൃഷ്ണകുമാർ സഞ്ചരിച്ച കാറിൽ നിന്ന് 3 തിരയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വെടിയുതിർക്കുമ്പോൾ തിര ശരീരത്തിൽ തുളഞ്ഞു കയറുന്നതിനൊപ്പം ബെയറിംഗ് ബോളുകൾ ശരീരത്തിനുള്ളിൽ ചിതറുകയാണ് ചെയ്യുന്നതെന്നും പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിൽ കൃഷ്ണകുമാറിന്റെ ശരീരത്തിൽ നിന്ന് ബെയറിംഗ് ബോളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച കോയമ്പത്തൂരിൽ പോയി ഭാര്യയെയും മക്കളെയും കണ്ട ശേഷം തിങ്കളാഴ്ചയാണ് കൃഷ്ണകുമാർ മടങ്ങാറുള്ളത്. അടുത്തിടെ ഭാര്യയുമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ വെള്ളിയാഴ്ച കോയമ്പത്തൂരിലേക്ക് പോയിരുന്നില്ല. തിങ്കളാഴ്ച രാവിലെ കൃഷ്ണകുമാർ വീടിന്റെ ഗേറ്റിന് സമീപം വെടിവെച്ച് മരിച്ചതോടെയാണ് സംഭവം നാടറിയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം വന്നതാണെന്ന് അറിഞ്ഞത്. കൃഷ്ണകുമാറിന്റെ മാതാപിതാക്കൾ ഉടൻ മംഗല ഡാം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ദീർഘകാലം വിദേശത്തായിരുന്ന കൃഷ്ണകുമാർ കോവിഡ് കാലത്ത് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം വീട്ടിൽ കൃഷിപ്പണികളുമായി കഴിയുകയായിരുന്നു. കൃഷ്ണകുമാറിന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സംഗീതയുടെ മൃതദേഹം സുലൂർ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച പോസ്റ്റ്മോർട്ടം ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സംഗീതയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് കൃഷ്ണകുമാർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊലവിളി നടത്തിയിരുന്നതായും തമിഴ്നാട് പോലീസ് പറയുന്നു. സംഗീതയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു കൊലവിളി. ഭാര്യയുമായുള്ള ബന്ധം തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് അടുത്ത സുഹൃത്തുക്കളോടും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നതായും പോലീസ് അറിയിച്ചു.